പഴയങ്ങാടിപ്പുഴയോരത്ത് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബോട്ട് റേസ് ഗാലറിയുടെയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെയും ഗതിയാണിത്. പ്രവൃത്തി പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം നടന്നില്ല. DTPCയുടെ അധീനതയിലുള്ള പദ്ധതി ഏറ്റെടുത്തു നടത്താൻ ചിലർ തയ്യാറായെങ്കിലും ഇതുവരെ ഒന്നും നടന്നില്ല. റെസ്റ്റോറന്റും ഗാലറിയും തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ്. ഇവിടെ സ്ഥാപിച്ച വിളക്കുകൾ തകർന്ന നിലയിലുമാണ്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഴയങ്ങാടിപ്പുഴയിൽ ബോട്ട് റേസ് ഗാലറിയുടെയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെയും പ്രവൃത്തി 2022 ആരംഭിച്ചത്. പ്രവൃത്തിക്കായി CRZ അനുമതി ലഭിച്ചില്ല എന്ന് കാണിച്ച് പരിസ്ഥിതി പ്രവർത്തകർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കുകയും ഇത് കാരണം മാസങ്ങളോളം പ്രവൃത്തി നിലയ്ക്കുകയും ചെയ്തു. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൽ നിന്ന് CRZ അനുമതി ലഭിച്ചതിനു ശേഷമാണ് പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചത്. പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. ബോട്ട് റേസ് ഗാലറിക്ക് 2.87 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. പഴയങ്ങാടി വള്ളംകളി സൗകര്യപ്രദമായി വീക്ഷിക്കുന്നതിന് സാധിക്കുന്ന രീതിയാണ് നിർമ്മാണം വിഭാവനം ചെയ്തത്. 65 മീറ്റർ നീളവും 2 മീറ്റർ വീതിയിലും പണിയുന്ന ഗാലറിയിൽ 500 പേർക്ക് ജലോത്സവം വീക്ഷിക്കാനും മറ്റവസരങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാനും കഴിയും. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിക്ക് 1.88 കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചത്. കരയിൽ നിന്നും 9 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. 1600 ചതുരശ്ര അടി പൂർണ്ണമായും ഭക്ഷണശാലയാക്കി വിനിയോഗിക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൂറിസം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് ലക്ഷ്യമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഇരു പ്രവൃത്തികളുടെയും നിർവഹണം നടത്തിയത്. ഉദ്ഘാടനം ഇനി എപ്പോൾ നടക്കുമെന്നാണ് ജനം ചോദിക്കുന്നത്. ഫ്ലാഷ് പഴയങ്ങാടി.